എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രൈസ്തവ സഭയിൽ ഏറെ ആശയക്കുഴപ്പങ്ങളുള്ളതും വളരെയധികം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചില വിഷയങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന വിഷയമാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് മനഃപൂർവ്വ പാപം എന്ന വിഷയമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ വായിക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുമുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. എന്താണ് മനഃപൂർവ്വ പാപം? മനഃപൂർവ്വം പാപം ചെയ്താൽ ആ പാപത്തിന് പിന്നെ ക്ഷമയില്ല, നിത്യശിക്ഷാവിധി മാത്രമേ ഉള്ളൂ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വ പാപം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കും മുമ്പ് എന്താണ് സത്യം, ആ സത്യത്തിൻ്റെ പരിജ്ഞാനം എന്താണെന്ന് നാം ആദ്യം ചിന്തിക്കണം. എന്താണ് സത്യം എന്നതിനർത്ഥം? പിതാവാം ദൈവത്തെക്കുറിച്ചും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള അറിവാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവാം ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതികൾ, അവയെക്കുറിച്ചുള്ള ആ അറിവാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മുഖാന്തരം ദൈവം നമുക്ക് വേണ്ടി തന്ന നിത്യരക്ഷ, നിത്യജീവൻ, നിത്യ തേജസ്, നിത്യരാജ്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങൾ, ഇവയെക്കുറിച്ചുള്ള അറിവാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പാപം ചെയ്താൽ, എന്താണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? നോളജ് എന്ന് പറയും. അതൊരു സാധാരണ അറിവല്ല. പിന്നെയോ ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ പരിഗ്രഹിച്ച് അറിയുന്ന ഒരറിവുണ്ട്. പരിജ്ഞാനത്തിന് ഞാൻ കൊടുക്കുന്ന വ്യാഖ്യാനം അങ്ങനെയാണ്: പരിഗ്രഹിച്ച് അറിയുക. ഒരു പുരുഷൻ തൻ്റെ സ്ത്രീയെ പരിഗ്രഹിച്ചറിയുന്നത് പോലെ ദൈവത്തിൻ്റെ നിത്യമായ സത്യങ്ങൾ പരിഗ്രഹിച്ചറിഞ്ഞ വ്യക്തി, അതായത് പരിശുദ്ധ ആത്മാവ് നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യരക്ഷയെക്കുറിച്ചുള്ള, യേശു കർത്താവിനെക്കുറിച്ചുള്ള, അവൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള, അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള എല്ലാ സത്യവും അതിൻ്റെ അറിവുകളും അവന് വെളിപ്പെടുത്തി കൊടുത്തു. അത് അവൻ്റെ അകത്ത് പ്രകാശിച്ചു. അത് അവൻ്റെ അകത്ത് ജീവനായി, ആത്മാവായി ആ വചനം അവൻ്റെ അകത്ത് ഇറങ്ങി വന്നു. അങ്ങനെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വീണ്ടും മനഃപൂർവ്വമായി പാപം ചെയ്താൽ ആ വ്യക്തിക്ക് പാപത്തിന് ക്ഷമയില്ല, ന്യായവിധി മാത്രമേ ഉള്ളെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അറിവില്ലാതെ ചെയ്യുന്ന പാപങ്ങളുണ്ട്. അപ്പോൾ തന്നെ വൈകാരിക സമ്മർദ്ദങ്ങളാൽ പെട്ടെന്ന് ചെയ്തു പോകുന്ന പാപങ്ങളുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളുമുണ്ട്. സത്യത്തിൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നാം പാപം ചെയ്യുമ്പോൾ അത് പാപമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ, കൊലപാതകങ്ങൾ,
ഇതൊക്കെ വൈകാരിക സമ്മർദ്ദം കൊണ്ട് ചെയ്താലും അതൊക്കെ പാപമാണെന്ന് നമുക്കറിയാം. ഇനി വൈകാരിക സമ്മർദ്ദം കൊണ്ടല്ല, ആലോചിച്ച് ഉറച്ച് പാപം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം തുടങ്ങി തുയഥൈര സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ അവിടെ ദുർനടപ്പ് ആചരിപ്പാൻ, അതായത് ലൈംഗിക പാപങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ സഭയെ തെറ്റായി പഠിപ്പിക്കുന്ന, തെറ്റായി നയിക്കുന്ന ഇസബേൽ എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. വാക്യം 21 പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ലൈംഗിക ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. നോക്കി, ദൈവസഭയിൽ ലൈംഗിക ദുർനടപ്പിൽ ജീവിക്കുന്നവർക്ക് അവർ ബോധപൂർവം പാപം ചെയ്യുകയാണ്, മനഃപൂർവ്വം പാപം ചെയ്യുകയാണ്. പക്ഷേ അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം സമയം കൊടുക്കുന്നു. മാനസാന്തരപ്പെടുവാൻ ദൈവം സമയം കൊടുത്തിട്ടും അവർക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. ബാക്കി 22, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. ഏത് പാപമാണെങ്കിലും, കൊലപാതകമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും, അത് തിരിച്ചറിഞ്ഞ് മനഃപൂർവ്വം ചെയ്താലും അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ അവരോട് സദാ വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ വേദവചനത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മനഃപൂർവ്വ പാപം? എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നാം 28-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മനഃപൂർവ്വ പാപം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നാം ചെയ്യുന്ന സാധാരണ പാപങ്ങളല്ല, കൊലപാതകമോ വ്യഭിചാരമോ കോപമോ അസൂയയോ മോഷണമോ, ഇതൊന്നുമല്ല മനഃപൂർവ്വ പാപം. പിന്നെന്താണ്? 28-ാം വാക്യം, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശയുടെ ന്യായപ്രമാണം ഒരുവൻ അനുസരിക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികളുടെ വാക്കുകൾ കേട്ടിട്ട് അവന് കൊടുക്കുന്നത് മരണശിക്ഷയാണ്. ഇനി 29-ാം വാക്യം വ്യക്തമാക്കുന്നത് എന്താണ് മനഃപൂർവ്വ പാപമെന്നാണ്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. അതായത് ദൈവത്തിൻ്റെ സകല സത്യങ്ങളും അവന് ബോധ്യപ്പെട്ടു, അതവൻ പരിഗ്രഹിച്ചറിഞ്ഞു, അതിൻ്റെ പരിജ്ഞാനം പ്രാപിച്ചു. ഈ എല്ലാ അറിവും ലഭിച്ച ശേഷം നിത്യജീവൻ്റെ, നിത്യരക്ഷയുടെ, ദൈവത്തിൻ്റെ സത്യവചനത്തിൻ്റെ സകല പരിജ്ഞാനവും ലഭിച്ച ശേഷം അവൻ പറയുകയാണ്, എനിക്ക് യേശുവിനെ വേണ്ട. യേശു വഴിയുള്ള നിത്യരക്ഷ, നിത്യജീവൻ, നിത്യ തേജസ്, നിത്യരാജ്യം എനിക്ക് വേണ്ട. അവൻ ദൈവത്തിൻ്റെ പുത്രനെ ചവിട്ടിക്കളയുകയാണ്. പിൻകാലുകൊണ്ട് എല്ലാ സത്യവും അറിഞ്ഞിട്ട് പിൻകാലുകൊണ്ട് യേശു ക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ പുത്രനെ ചവിട്ടിക്കളയുക. അർത്ഥം മനഃപൂർവമായി യേശു കർത്താവിനെ അവൻ ഉപേക്ഷിക്കുകയാണ്. 2, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം, ഉടമ്പടി രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നു. ഒരുവൻ്റെ പാപങ്ങൾക്ക് മോചനം വരുന്നത് ദൈവപുത്രൻ്റെ രക്തത്തിലൂടെയാണ്, അവൻ്റെ ജീവനിലൂടെയാണ്. ഒരിക്കൽ തന്നെ വിശുദ്ധീകരിച്ച യേശുക്രിസ്തുവിൻ്റെ ഉടമ്പടി രക്തത്തെ ഇപ്പോൾ അവൻ മലിനമെന്ന് വിചാരിക്കുന്നു. 3, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം പിതാവാം ദൈവം സ്ഥാപിച്ച നിത്യമായ എല്ലാ അനുഭവങ്ങളും ഒരു വ്യക്തിയിൽ
ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ്റെ പേര് കൃപയുടെ ആത്മാവെന്നാണ്. ദൈവത്തിൻ്റെ കൃപ, യേശുക്രിസ്തു വഴിയുള്ള കൃപ ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നത് കൃപയുടെ ആത്മാവിൻ്റെ പ്രവൃത്തി മൂലമാണ്. ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയാണ്. അതായത് യേശു കർത്താവിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു, തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടി രക്തത്തെ അത് മലിനമെന്നെണ്ണി, തൻ്റെ മേൽ കൃപ പകരുന്ന കൃപയുടെ ആത്മാവിനെ തിരസ്കരിക്കുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. ഇതാണ് മനഃപൂർവ്വ പാപം. അങ്ങനെ മനഃപൂർവ്വമായി പാപം ചെയ്യുന്നവന് നിത്യശിക്ഷ മാത്രമേ ഉള്ളൂ. 30-ാം വാക്യം, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ഞാൻ ആ എപ്പിസോഡിൽ വ്യക്തമാക്കിയത്, ശാസ്ത്രിമാർ ദൈവത്തെ അറിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അന്നത്തെ തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ശാസ്ത്രിമാർ മനഃപൂർവം, ബോധപൂർവം യേശുവിൻ്റെ മേലുള്ള പരിശുദ്ധ ആത്മാവിനെ അശുദ്ധാത്മാവെന്ന് വിളിച്ചതാണ് അവരുടെ പാപം, ക്ഷമിക്കപ്പെടാത്ത പാപം, ആത്മാവിന് എതിരെയുള്ള ദൂഷണം. അത് യഹൂദന്മാർക്കുള്ളതാണ്. എന്നാൽ ഇവിടെ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കുമുള്ള വിഷയമാണ്. ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ, അവൻ്റെ രക്തത്തെ മലിനമെന്നെണ്ണിയാൽ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ, പിന്നെ അവനെ രക്ഷിപ്പാൻ ഒരു മാർഗവുമില്ല. അവനിനി ഉള്ളത് ദൈവത്തിൻ്റെ ശിക്ഷ മാത്രമേ ഉള്ളൂ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ള മനഃപൂർവ്വ പാപം ചെയ്യത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, രക്ഷയുടെ മാർഗത്തിൽ വന്ന് നിത്യജീവൻ്റെ മാർഗം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കൃപയിൽ നിന്നിട്ട് സാധാരണ പാപത്തിൽ വീഴുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഏത് പാപത്തിൽ വീണാലും ആ എല്ലാ പാപങ്ങൾക്കും ക്ഷമ ലഭിക്കും, അവൻ അനുതപിക്കണം, മാനസാന്തരപ്പെടണം. എന്നാൽ ഇവിടെ അവൻ അനുതാപമില്ല, മാനസാന്തരമില്ല. ബോധപൂർവം തിരിച്ചറിഞ്ഞിട്ട്, എല്ലാ സത്യം അറിഞ്ഞിട്ട് യേശുവിനെ തള്ളിക്കളയുന്നവന് പിന്നെ നിത്യ ശിക്ഷ മാത്രമേ ഉള്ളൂ.